നമ്മൾ ലഹരികൾക്ക് അഡിക്ഷൻ മാതിരി മൊബൈലും ഒരു അഡിക്ഷനാണ്. ഈ മൊബൈലിൽ നിന്ന് മാത്രമല്ല ഏത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ അതിനെ ഡിപ്പെൻഡൻ്റ് ആവുന്നൊരവസ്ഥ. അപ്പോൾ അതിലേക്ക് അഡിക്ഷൻ ആയി വരികയാണ്, നമ്മളറിയാതെ നമ്മളതിലേക്ക് വരികയാണ്. പലപ്പോഴും ചിലപ്പോൾ നിങ്ങളൊരു ലീഷർ ടൈമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു ടൈം പാസിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ അതിലേക്ക് എത്തുന്നത്. പക്ഷേ പിന്നീട് നിങ്ങൾ അതിനോട് ഡിപ്പെൻഡൻ്റ് ആവുകയാണ്. പിന്നെ അതിലൂടെ വല്ല ക്വസ്റ്റ്യൻസ് വരികയോ അല്ലെങ്കിൽ വല്ലതും നിങ്ങൾ വ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിൽ നിങ്ങൾ അതിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും. ഇഷ്ടപ്പെടാത്താണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്കിപ്പ് ചെയ്യും, അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. പക്ഷേ അതറിയാതെ സമയം കില്ല് ചെയ്യുന്നത് നമ്മൾ അറിയുന്നില്ല. അത് നമ്മളെ ഡെഫിനറ്റ്ലി നമ്മുടെ ഉറക്കത്തിനൊക്കെ ബാധിക്കും. കാരണം അങ്ങനെ ഒരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വളരെ ഡിലേഡ് ആയിരിക്കും. അതിലൂടെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ സീനുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ പിന്നാലെ പിന്നെയും പോകും. അതൊരു ഹ്യൂമൻ ടെൻഡൻസിയാണ്. അപ്പോൾ അത് വളർത്തിയെടുക്കാതിരിക്കാൻ നോക്കുക. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലത്തെ ആളുകളെ കാണുമ്പോൾ ഞങ്ങൾ അതിന് തരുന്ന സജഷൻ ഒന്ന് ആദ്യം തന്നെ മൊബൈലിന് റെസ്ട്രിക്ഷൻസ് ആയിരിക്കും ഡെഫിനറ്റ്ലി. പക്ഷേ അത് ആദ്യം തന്നെ ഏതൊരു കാര്യം മാറുകയാണെങ്കിലും നിങ്ങൾ മൈൻഡ് സെറ്റും അതിലേക്ക് ആക്കിക്കൊണ്ടുവരണം. കാരണം നിങ്ങളതിന് വില്ലിങ് അല്ലാതിരുന്നാൽ ഫോഴ്സ്ഫുള്ളി നമുക്കൊരു മരുന്ന് തന്നിട്ട് നിങ്ങളെ മൊബൈലിൽ നിന്ന് മാറ്റി നിർത്താനൊന്നും കഴിയത്തില്ല. പക്ഷേ ആ ചിന്തകൾ, അൺനെസറി അൺവാണ്ടഡ് തോട്ട്സ് നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടി, ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചില മെഡിസിൻ സഹായങ്ങളൊക്കെ തേടാൻ പറ്റും. പക്ഷേ അതേസമയം നിങ്ങളെ സൈഡിൽ നിന്നും അതിനുള്ള സപ്പോർട്ട് കിട്ടുമ്പോഴേ നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾ കോപ്പറേറ്റീവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് മാറ്റിയെടുക്കാനും കറക്റ്റ് ചെയ്യാനും പറ്റും.